CPM പ്രവർത്തകന്മാരുടെ ചില ആളുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ പലയിടത്തുള്ള ആളുകളാണ്. കണ്ണൂരും വയനാടും കാസർഗോഡും മറ്റൊക്കെ ഉള്ളതായിരിക്കുന്ന ആളുകളുണ്ട്. ചിലർ ഈ ജില്ലയിലെ ചില ഭാഗത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു സംഘടിതമായ രീതിയിലുള്ള കൂവി വിളിച്ച് ആളുകളെ മെൻ്റലി ഡൗൺ ചെയ്ത് മൂലക്കിരുത്താൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ്. പക്ഷേ അതൊന്നും ഞങ്ങളെ ആരെയും ഒരു രീതിയിലും ഇകഴ്ത്താനോ ഞങ്ങളെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരിക്കലും സാധ്യമല്ല. കാരണം ദുരന്തമുണ്ടായ അന്ന് പുലർച്ചെ മുതൽ ഈ നിമിഷം വരെ ഈ സമൂഹത്തിന് വേണ്ടി, ഈ ദുരന്തബാധിതർക്ക് വേണ്ടി അവരുടെ കൂടെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. നന്നായി അറിയാമെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൂവാൻ ശ്രമിച്ചപ്പോൾ ആ ദുരന്തബാധിതരായ ആളുകൾ ഇരിക്കുന്ന ആ ക്യൂബിക്കിൽ നിന്ന് ഒരാൾ പോലും കൂവിയില്ല, പരിഹാസമായി സംസാരിച്ചില്ല. അവരവസാനം എന്നെ വിളിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് കൈയടിച്ചു. അവരവിടെ വെച്ചുകൊണ്ട് പ്രതികരിച്ചു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നപ്പോൾ എന്നോട് വളരെയധികം വിഷമം പറഞ്ഞത് മര്യാദകേടാ കാണിച്ചത് എന്നുള്ളത് അവർ എന്നോട് പറയും. അതുകൊണ്ട് ഇതിനൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ദൗത്യം അതല്ല. നമ്മുടെ ദൗത്യം ഈ ദുരന്തബാധിതർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ ആരെയൊക്കെ കൊണ്ട് പറ്റിയോ അവർക്കൊക്കെ പിൻബലം കൊടുത്ത് അവരുടെ കൂടെ ചേർന്ന് നിന്ന് സ്വന്തമായും MLA എന്ന രീതിയിലും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇടപെടലും നേതൃത്വവും സംസാരം കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ വഹിച്ചതായ വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളെ ഈ പ്രവർത്തനങ്ങളൊന്നും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളൊന്നും മാനസികമായി തളരുന്നയോ ഒരു പ്രശ്നവുമില്ല. കൂടുതൽ ആവേശത്തോടു കൂടി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും.